നമുക്കറിയാം, നമ്മുടെ ഭാഗ്യസ്മരണാർഹനായ ബെനഡിക്ട് 16 മാർപ്പാപ്പ 2010 സെമിനാരി വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു കത്തെഴുതി. ആ കത്തിൻ്റെ ആരംഭത്തിൽ അദ്ദേഹം തൻ്റെ തന്നെ ഒരു ജീവിത അനുഭവം പങ്കുവെച്ചുകൊണ്ടാണ് അദ്ദേഹം കത്തെഴുതിയത്. നമുക്കറിയാം, 1940കളിൽ ജർമ്മനിയിൽ ഭരിച്ചിരുന്ന ഹിറ്റ്ലർ കൊണ്ടുവന്ന നിയമമായിരുന്നു 6 മാസം മുതൽ 1 വർഷം വരെ ജർമ്മനിയിലെ യുവാക്കൾ നിർബന്ധിതമായി സൈനിക സേവനം നടത്തണം. അങ്ങനെ യുവാവായിരുന്ന ബെനഡിക്ട് 16 മാർപ്പാപ്പ, അതായത് അന്നത്തെ ജോസഫ് റാറ്റ്സിംഗർ, അദ്ദേഹം 1944 ഇതുപോലെയുള്ള നിർബന്ധിത സൈനിക സേവനത്തിന് വേണ്ടി ജർമ്മനിയിലെ മിലിറ്ററി ക്യാമ്പിലേക്ക് പോയി. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മിലിറ്ററി കമാൻഡർ ക്യാമ്പിലേക്ക് വന്നു. എന്നിട്ട് യുവാക്കളോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത്? ഈ ക്യാമ്പ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് സംസാരിച്ചിരുന്ന റാറ്റ്സിംഗർ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനിവിടുന്ന് പോയി കഴിഞ്ഞാൽ ഒരു കത്തോലിക്ക പുരോഹിതനാകാൻ, വൈദികനാകാൻ ആഗ്രഹിക്കുകയാണ്. ഉടൻ തന്നെ കമാൻഡർ പറഞ്ഞു, 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം ജർമ്മനിയിൽ ദൈവവിശ്വാസം ഒന്നും ഉണ്ടാകില്ല, പിന്നെ എന്തിനാണ് പൗരോഹിത്യം? എന്തിനാണ് പുരോഹിതനുണ്ടാകുന്നത്? കാരണം വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ പൗരോഹിത്യത്തിൻ്റെ ആവശ്യമില്ലല്ലോ. പിതാവ് പറയാണ്, ഞാൻ ഇതിനെക്കുറിച്ച് മറുപടി ഒന്നും പറഞ്ഞില്ല. ഞാൻ ക്യാമ്പിൽ നിന്ന് പുറത്തു വന്നു, യഥാസമയം ഞാൻ സെമിനാരിൽ ചേർന്നു, ഞാൻ വൈദികനായി. അതിനുശേഷം അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ഇങ്ങനെ ശാസ്ത്രീയ സാങ്കേതിക നേട്ടങ്ങളുടെയും കണ്ടുപിടുത്തങ്ങളുടെയും ഒക്കെ മധ്യത്തിൽ ലോകം മുഴുവനും ഒരു ഗ്ലോബൽ വില്ലേജായി മാറിയ സാഹചര്യത്തിലും ദൈവത്തിൻ്റെ സാന്നിധ്യം ആവശ്യമാണ്. ദൈവമില്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കണ്ടുപിടിച്ചാലും, എന്തെല്ലാം നേട്ടങ്ങൾ കൈവരിച്ചാലും ഒരിക്കലും സമാധാനത്തോടു കൂടി, സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് ദൈവം എപ്പോഴും നമുക്ക് ആവശ്യമുള്ള ഒരു വ്യക്തിയാണ്. ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകണം. ദൈവമാണ് നമ്മളെ നയിക്കേണ്ടത്. ദൈവത്തോടു കൂടിയുള്ള യാത്രയാണ് മനുഷ്യൻ്റെ ജീവിതം. നമുക്കറിയാലോ, നമ്മുടെ സഭയിലെ വളരെ ബുദ്ധിമാനായ ചുരുക്കം ചില വിശുദ്ധാത്മാക്കൾ ഒരാളാണ് സെന്റ് അഗസ്റ്റിൻ. അദ്ദേഹം ലോകത്തെ മുഴുവനും തൻ്റെ തലച്ചോറിനുള്ളിലാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച മനുഷ്യനായിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ദൈവമേ, നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു, നിന്നെ വിലയം പ്രാപിക്കുന്നത് വരെ ഞാൻ അസ്വസ്ഥനായിരിക്കും. ഐ വിൽ ബി റെസ്റ്റ്ലെസ് അണ്ടിൽ ഐ റീച്ച് യു. ദാറ്റ് വാസ് ദ പ്രയർ ഓഫ് സെന്റ് അഗസ്റ്റിൻ. അതുകൊണ്ട് ബുദ്ധിയുള്ളവർക്കും പ്രായോഗികമായി ചിന്തിക്കുന്നവർക്കും മനസ്സിലാകാവുന്ന ഒരു കാര്യമാണ്, യഥാർത്ഥത്തിൽ ദൈവം വേണം. മനുഷ്യൻ്റെ പരിമിതമായ ബുദ്ധിക്കും കണ്ടുപിടുത്തങ്ങൾക്ക് അപ്പുറത്ത് മനുഷ്യന് ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവിടെയൊക്കെ ദൈവത്തിൻ്റെ ഇടപെടലും തലയോടലും അതുപോലെ തന്നെ കയ്യൊപ്പും ഉണ്ടാകണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണല്ലോ പ്രിയപ്പെട്ടവരെ, ഈ കൂണ് പോലെ പൊങ്ങി വരുന്ന ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ വലിയ വലിയ ഉന്നത തലങ്ങളിൽ വ്യാപരിക്കുന്നവർ പോലും സാമൂഹ്യ രാഷ്ട്രീയ പല തലത്തിൽ ബുദ്ധിതലത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരുപാട് പേര് ദൈവത്തിൻ്റെ സമാധാനം തേടി ധ്യാന കേന്ദ്രങ്ങൾക്ക് അഭയം കണ്ടെത്തുകയാണ്. വചനം വായിക്കാൻ, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ, കുറച്ച് ദിവസം ശാന്തമായിരുന്ന് പ്രാർത്ഥിക്കാൻ, ജീവിതത്തിൽ അവരുടെ കുടുംബങ്ങളെയും അവരുടെ ഔദ്യോഗികമായ സ്ഥാനങ്ങളൊക്കെ സമാധാനത്തോടു കൂടി സ്വസ്ഥതയോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ ദൈവം തുണച്ചാൽ മാത്രമേ കഴിയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യ ബോധത്തോടു കൂടി അവരിറങ്ങിത്തിരിക്കുകയാണ് ധ്യാന കേന്ദ്രങ്ങളിൽ പ്രാർത്ഥിക്കാൻ. ഇങ്ങനെയുള്ള പശ്ചാത്തലത്തിലാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ലിജോ ശമ്മാശൻ വൈദികനായി അഭിഷേകം ചെയ്യപ്പെടുന്നത്. ആർക്ക് വേണ്ടിയാണത്? ദൈവത്തെ കൊടുക്കാൻ, ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കാൻ, ദൈവത്തിൻ്റെ ബലി അർപ്പിക്കാൻ, ദൈവത്തിൻ്റെ കൂദാശകൾ പരികർമ്മം ചെയ്യാൻ, അതുപോലെ തന്നെ തൻ്റെ ജനത്തെ, ദൈവത്തെ തൻ്റെ ജനത്തിൻ്റെ പക്കലേക്ക് ഇറക്കി കൊണ്ടുവരാൻ, മനുഷ്യൻ്റെ വേദനകളും ദുഃഖങ്ങളും സ്വന്തമാക്കി കരുതി ദൈവത്തിൻ്റെ പക്കലേക്ക് മനുഷ്യരെത്തിക്കാൻ, അതിനുള്ള ഒരു യജ്ഞമാണ്, യഥാർത്ഥത്തിലുള്ള ചുമതലയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ലിജോ ശമ്മാശൻ ഇന്ന് ഏറ്റെടുക്കുന്നത്. നമുക്കറിയാം, ഒരുപാട് ജോലികൾ അച്ഛന്മാരൊക്കെ ചെയ്യുന്നുണ്ട്. സ്കൂൾ നടത്തുന്നു, കോളേജ് നടത്തുന്നു, ജീവകാരുണ്യ സ്ഥാപനങ്ങൾ നടത്തുന്നു, അതുപോലെ തന്നെ മരാമത്തുകൾ നടത്തുന്നു. ഇതൊക്കെ അതിനോട് ബന്ധപ്പെട്ട ശുശ്രൂഷകളാണ്, അതൊക്കെ വളരെ ആവശ്യമാണ്. പക്ഷെ അതേസമയം അതൊക്കെ മറ്റു പലർക്കും ചെയ്യാൻ സാധിക്കും. പക്ഷേ പുരോഹിതന് ചെയ്യാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ വേല എന്ന് പറയുന്നത് വചനം പ്രഘോഷിക്കുക, വിശുദ്ധ കുർബാന അർപ്പിക്കുക, യോഗ്യതയോടുകൂടി വിശുദ്ധ കുർബാന അർപ്പിക്കുക, കൂദാശകൾ പരികർമ്മം ചെയ്യുക, ദൈവത്തെ അന്വേഷിക്കാതെ ദൈവത്തിൻ്റെ പ്രതിനിധിയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ആ ഉത്തരവാദിത്വമാണ് നമ്മൾ ഇന്ന് ശമ്മാശ ഏറ്റെടുക്കുന്നത്. നമുക്കറിയാലോ, ഇന്ന് ദൈവമൊന്നും വേണ്ട,
ദൈവം ഇല്ലെങ്കിലും ഞങ്ങളുടെ ബുദ്ധിയും ഞങ്ങളുടെ കണ്ടുപിടുത്തങ്ങളും ഞങ്ങളുടെ ജീവിത സൗകര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാം നേടാൻ സാധിക്കുന്നവരുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിന് പറ്റുന്ന എല്ലാ മാർഗങ്ങളും സ്വീകരിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്തിനാണ് പള്ളിയിൽ പോകുന്നത്? എന്തിനാണ് കുമ്പസാരിക്കുന്നത്? എന്തിന് വീട്ടിലിരുന്നാലും ദൈവം അവിടെ ഉണ്ടല്ലോ, ദൈവം സർവ്വവ്യാപിയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് എങ്ങനെയെങ്കിലും ആ സമൂഹത്തെ ഇല്ലായ്മ ചെയ്യുക. അതിനെന്ത് വേണം? ഏറ്റവും ആദ്യം ചെയ്യേണ്ട എന്താണ്? സമൂഹത്തിന് നേതൃത്വം വഹിക്കുന്ന വൈദികരെ നിർവീര്യരാക്കുക എന്നുള്ളതാണ്, ഡീമോറലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവർക്കെതിരായിട്ട് പല കാര്യങ്ങളും പറയുള്ളത്. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല കാര്യം ഒരിക്കലും കാണില്ല. പക്ഷേ പലപ്പോഴും ചെയ്യുന്നത് അതിൽ ചെറിയ തെറ്റുകളുണ്ടെങ്കിൽ അതൊക്കെ പെരുപ്പിച്ച് കാണിച്ച് നടക്കുന്ന ഒരു സാഹചര്യം. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇന്ന് നമ്മുടെ ലിജോ ശമ്മാശൻ പുരോഹിതനാകുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമുക്കറിയാം ലിജോയുടെ പരിമിതികൾ. ലിജോ ഒരു മനുഷ്യനാണ്, ബലഹീനനായ മനുഷ്യൻ. പക്ഷേ ആ ലിജോയ്ക്കാണ് ദൈവം അനർഘമായിട്ടുള്ള അവർണ്ണനീയമായിട്ടുള്ള ഈ പൗരോഹിത്യം എന്ന ദാനം കൊടുക്കുന്നത്. ലിജോ പ്രായത്തിലും അനുഭവത്തിലും മികവുള്ളവനാണ്. അത്യാവശ്യത്തിൽ പ്രായം ചെന്നതിന് ശേഷമാണ് ആള് വൈദികനാകണമെന്ന് ആഗ്രഹിച്ചത്. അദ്ദേഹത്തിന് നല്ല നേഴ്സൊക്കെ ജോലി ചെയ്ത് നല്ല നല്ല ആശുപത്രികളിൽ ജോലി ചെയ്ത് ഇനിയും കാശ് സമ്പാദിക്കാമായിരുന്നു. ഒരു വിസയ്ക്ക് കിട്ടാൻ സാധ്യതയ്ക്കുണ്ടായിരുന്ന അദ്ദേഹത്തിന് പുറത്തൊക്കെ പോകാമായിരുന്നു. പക്ഷെ ലിജോ വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചു, എൻ്റെ ജോലി അതല്ല, എൻ്റെ ജോലി വൈദികനായിട്ട് പുരോഹിത ശുശ്രൂഷ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് ലിജോ ശമ്മാശൻ വളരെ താല്പര്യപൂർവ്വം ആഗ്രഹത്തോടു കൂടി എന്തെല്ലാം പ്രതിസന്ധികളുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ച വ്യക്തിയാണ്. ഒരുപക്ഷെ ലിസി ചേച്ചിയും ലിൻഡോയും ലിജിയും ഒക്കെ പറഞ്ഞിട്ടുണ്ടാകും, ചേട്ടൻ നിങ്ങൾ പോയി കഴിഞ്ഞ് ഞങ്ങളുടെ കാര്യം ആരാ നോക്കുക. ലിജോ ഒന്നും അതിൽ കുലുങ്ങിയില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ലിജോ അതിൽ ഉറച്ചു നിന്നു. നിങ്ങളെയൊക്കെ തമ്പുരാൻ നോക്കിക്കോളും. നോക്കിയില്ലോ, ഇതുവരെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ലല്ലോ. ആദ്യമൊക്കെ നിങ്ങൾ സംശയം തോന്നിയിട്ടുണ്ടാകും, ഈ മൂത്ത മോങ്ങ് പോയി. അതും നേഴ്സിങ് ഇന്നത്തെ ലോകത്ത്, ഇന്നത്തെ കാലത്ത് ആളുകൾ കഴുകനെ പോലെ പറന്ന് വീഴുന്ന എവിടെയാ? ഒന്ന് നേഴ്സ് അല്ലെങ്കിൽ ഡോക്ടർ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്പോളോ ഹോസ്പിറ്റലൊക്കെ ജോലി ചെയ്തിട്ടുള്ള ലിജോയെ കാണുന്നത്. ലിജോ പറഞ്ഞു പോയി പണി നോക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഉടൻ തന്നെ അദ്ദേഹം സെമിനാരിയിൽ ചേർന്നത്. അത് നഷ്ടം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ പൗരോഹിത്യ ശുശ്രൂഷയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ പൈസ മാത്രം നമുക്ക് പോരാ. ഇനി ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേര് യുവജനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇവിടെ യുവജനങ്ങളുണ്ട്, കുട്ടികളുണ്ട്. ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, പൈസ മാത്രമാണോ ജീവിതം എന്ന് പറയുന്നത്? എങ്ങനെയെങ്കിലും കുറച്ച് പഠിച്ച് എങ്ങനെയെങ്കിലും ജോലി കിട്ടി, എങ്ങനെയെങ്കിലും ഒരു ജോലി സമ്പാദിച്ച്, ഇന്ത്യയിലോ ഇന്ത്യക്ക് പുറത്തോ സമ്പാദിച്ച് അങ്ങനെ കുറച്ച് കാശ് കിട്ടി 2-3 മാസം കഴിയുമ്പോൾ അതിന് തിളക്കം കുറയും. ആദ്യമൊക്കെ നമുക്ക് കണ്ണ് മഞ്ഞളിക്കും. 22-23 വയസ്സാകുമ്പോഴേക്കും 40,000 രൂപ 60,000 രൂപ എന്നൊക്കെ പറയുമ്പോൾ കണ്ണ് മഞ്ഞളിക്കും. കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? കാശിന് വിലയില്ലാതെയാകും. പിന്നെ ജോലിയുണ്ട്, നല്ല സുഖസൗകര്യങ്ങളുണ്ട്, നല്ല വീടുണ്ട്, എല്ലാം കഴിഞ്ഞു. ഇനി എന്താണ് ജീവിതം? അതുകൊണ്ട് എനിക്ക് കുട്ടികളോടും യുവജനങ്ങളോടും പറയാനുള്ളത്, നമുക്ക് എന്തെങ്കിലും നമ്മുടെ സമൂഹത്തിന് കൊടുക്കണം. നമ്മുടെ സഭയ്ക്ക്, നമ്മുടെ രാഷ്ട്രത്തിന്, നമ്മുടെ സമൂഹത്തിന് ഐ ഷുഡ് ഗീവ് സംതിങ്. എൻ്റെ വീട്ടിലേക്ക് മാത്രം ഒതുങ്ങാനുള്ളതല്ല എൻ്റെ ജീവിതം. ഈ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം പ്രിയപ്പെട്ടവരെ. എൻ്റെ വീട്ടിലേക്ക് മാത്രം ഒതുങ്ങുന്നതല്ല എൻ്റെ ജീവിതം. അതിനുവേണ്ടിയല്ല ഞാൻ വിളിക്കപ്പെട്ടത്. ഞാൻ വിളിക്കപ്പെട്ടത് ലോകത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടി സ്വയം ബലിയായി തീർന്ന കർത്താവിൻ്റെ പിന്നാലെ പോകാൻ മാമുദീസ സ്വീകരിച്ചവനാണ് ഞാൻ. അത് കുടുംബജീവിതമാണെങ്കിലും വൈദിക ജീവിതമാണെങ്കിലും സന്യാസ ജീവിതമാണെങ്കിലും നമ്മൾ വിളിക്കപ്പെട്ടത് ആർക്ക് വേണ്ടിയാ? യേശുവിന് വേണ്ടി ജീവിക്കാനും യേശുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കാനാ. നമ്മൾ പറയുമ്പോൾ കുടുംബജീവിതം മോശമായിട്ടല്ല, പക്ഷെ കുടുംബജീവിതം അതിൻ്റെ അടിസ്ഥാനമാണല്ലോ, ശരിയാണ്. പക്ഷെ കുടുംബജീവിതം മാത്രമാണ് ഈ ലോകത്തിൻ്റെ രക്ഷ എന്ന് പറയുന്നത്. കുടുംബജീവിതം മാത്രം പോരാ, കുടുംബജീവിതത്തിന് അപ്പുറത്തേക്ക് നമ്മൾ കടക്കണം. നമുക്കറിയാമല്ലോ, നമുക്ക് ഏറെ ഇഷ്ടമുള്ള പൗലോസ്ലീഹ എങ്ങനെയായിരുന്നു? സാവൂള് പൗലോസായി മാറി. കർത്താവിന് 33 വയസ്സുള്ളപ്പോൾ സാവൂളിന് 24 വയസ്സുള്ളൂ. 9 വയസ്സിന് താഴെയായിരുന്നു സാവൂള്. അങ്ങനെ കർത്താവിൻ്റെ മരണത്തിന് ശേഷം കർത്താവിൻ്റെ സഭയൊക്കെ പീഡിപ്പിക്കാനായിട്ട് സാവൂള് മുതിർന്നു. അതൊക്കെ ശരിയാണ്. പക്ഷെ അതേസമയം സാവൂള് മാനസാന്തരപ്പെട്ടതിന് ശേഷം യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ കല്യാണം കഴിക്കാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ശാപമായിട്ട് കരുതിയിരുന്നത്. വിവാഹമില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പതിവ് പോലെ അമ്മയും അപ്പനും അതുപോലെ തന്നെ സഹോദരന്മാരൊക്കെ വന്നിട്ട് സാവൂളിനോട് പറഞ്ഞു, സാവൂളെ എന്താ ഇങ്ങനെ പോക്ക്? 27-28 വയസ്സായല്ലോ, നീ ഇങ്ങനെ നടന്നാൽ മതിയോ? ഉടൻ തന്നെ സാവൂള് പറഞ്ഞു, എന്താണ്? സാവൂള് പറഞ്ഞു, എനിക്ക് കുറച്ചുകൂടി പഠിക്കാനുണ്ട്. ഐ ഹാവ് എ ഗ്രേറ്റർ മിഷൻ. ഞാൻ കല്യാണം കഴിച്ച് ഇങ്ങനൊരു കുടുംബജീവിതത്തിലേക്ക് ഒതുങ്ങാനല്ല ദൈവം എന്നെ വിളിക്കുന്നത്. ഐ ഹാവ് ഗ്രേറ്റർ മിഷൻ.
പ്രിയപ്പെട്ടവരെ, പിന്നീട് നമ്മൾ കാണുന്നുണ്ട് പൗലോസ് എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്ന്. നിങ്ങൾ ആലോചിച്ച് സഭയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇത്ര വലിയൊരു പ്രേഷിതനെ നമുക്ക് കാണാൻ സാധിക്കുമോ? ഇത്രമാത്രം തീക്ഷ്ണതയോടുകൂടി അന്ന് അറിയപ്പെടുന്ന ലോകത്ത് മുഴുവനും നടന്ന് സുവിശേഷം പ്രഘോഷിച്ച ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഇവാഞ്ചലൈസ് നമുക്ക് കാണാൻ സാധിക്കുമോ? അതുപോലെ തന്നെ സഭ കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും വലിയ ദൈവശാസ്ത്രജ്ഞനല്ലേ പൗലോസ് ശ്ലീഹ. ഇന്നത്തെ നമ്മുടെ ദൈവശാസ്ത്രത്തിനൊക്കെ അടിസ്ഥാനമിട്ട ശ്ലീഹയാണ് പൗലോസ് ശ്ലീഹ. മാത്രമല്ല, പൗലോസ് ശ്ലീഹ എന്ന് പറയുന്ന ഈ ശ്ലീഹ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ സഭയുടെ അവസ്ഥ ഇങ്ങനെ ആകുമായിരുന്നോ? സംശയമാണ്. കാരണം സൈദ്ധാന്തികമായിട്ടുള്ള ഒരു വലിയൊരു ബേസിസ്, ഒരു ഫൗണ്ടേഷൻ സഭയ്ക്ക് കൊടുത്ത അപ്പസ്തോലൻ എന്ന് ആരാണ്? അത് പൗലോസ് ശ്ലീഹയാണ്. എന്തുകൊണ്ടാണത്? അന്നത്തെ അവരുടെ സഹോദരന്മാരും അപ്പനും അമ്മയും പറഞ്ഞതനുസരിച്ച് സാവൂൾ കല്യാണം കഴിച്ച് ഒരു യഹൂദ കുടുംബമായിട്ട് ജീവിച്ചിരുന്നെങ്കിൽ ഇത് നമുക്ക് കിട്ടുമായിരുന്നോ? ഇതുപോലെ നമ്മുടെ തന്നെ രാഷ്ട്രത്തിലേക്ക് വരണം. നമ്മുടെ അബ്ദുൽ കലാമും അതുപോലെയുള്ള മഹാത്മാഗാന്ധിയും സ്വാമി വിവേകാനന്ദനും ഒക്കെ ഇന്ന് ലോകത്തിൻ്റെ മുഴുവൻ്റെ ഒരു വിശ്വ സഹോദരനും ഗുരുക്കളായിട്ടൊക്കെ അറിയപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അവരുടെയൊക്കെ ജീവിതത്തിൽ വലിയ ത്യാഗം ചെയ്തവരാണ് അവർ. ഇതുപോലെ ത്യാഗം ചെയ്ത് ഐ ഹാവ് എ ഗ്രേറ്റർ മിഷൻ. ഞാനൊരു വീട്ടിലേക്ക് ഒതുങ്ങാനുള്ളതല്ല. എൻ്റെ ജീവിതം എന്ന് പറയുന്നത് പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ, സന്യാസ ശുശ്രൂഷയിലൂടെ എനിക്ക് എന്തെങ്കിലും കൊടുക്കണം എൻ്റെ സഭയ്ക്ക്, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കണം എന്നുള്ള ചിന്ത നമുക്കുണ്ടാകണം. ഞാൻ എൻ്റെ വീട്ടിൽ ഞങ്ങൾ 7 മക്കളാണ്. 6 മക്കൾ കല്യാണം കഴിച്ചു. ഞാൻ മാത്രമേ ഈ ലൈനിൽ വന്നിട്ടുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഞാനതുപോലെ തന്നെ ഞാൻ നിങ്ങളൊരു കാര്യം പറയട്ടെ. ഈ 77 എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് പാസ്സാകുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. എൻ്റെ വീട്ടിൽ 2 പേരെ 10ാം ക്ലാസ് പാസ്സായിട്ടുള്ളൂ. അതിൽ ആദ്യം പാസ്സായത് ഞാനാ. അതിലേറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് എനിക്കാണ്. അപ്പോൾ അപ്പനും അമ്മയ്ക്ക് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് എവിടേക്ക് വിടണം എന്നുള്ള പഠിക്കാനൊക്കെ ആയിട്ട്. അവസാനം ഞാൻ പറഞ്ഞു സെമിനാരി ചേരാൻ പോകാമെന്ന് പറഞ്ഞു 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ. അന്ന് ഇവർക്കൊന്നും ഒരു ചിന്ത. ഇന്നത്തെ മാതാപിതാക്കളെ പറയും 10ാം ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ബോധമില്ല എന്ന് പറയും. നിങ്ങൾക്ക് ബോധമില്ല, കുറച്ചുകൊണ്ട് തിരിച്ചറിവ് വരട്ടെ. അപ്പോൾ 12ാം ക്ലാസ്സായി. 12ാം ക്ലാസ് കഴിയുമ്പോൾ തലതിരിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ബോധം ഉണ്ടാവില്ലല്ലോ. ഇന്നിപ്പോൾ പല മാതാപിതാക്കളും പറയുന്നത് അങ്ങനെയാണ്. എൻ്റെ മാതാപിതാക്കൾക്ക് അധികം പഠിക്കാത്തത് കൊണ്ട് അങ്ങനെ ഒരു തരംതിരിവൊന്നും ഉണ്ടായില്ല. നിന്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ നീ പോയി ചേർന്നോളാം. പക്ഷെ ഒരു കാര്യം ചേട്ടനും അപ്പനും എന്നോട് പറഞ്ഞു. എന്താണെന്നറിയാമോ? മര്യാദയ്ക്ക് നടക്കണം. നീ പോകേണ്ട വിരോധമില്ല, മര്യാദയ്ക്ക് നടക്കണം. ഞാൻ ഇന്ന് ഓർക്കുകയാണ്. അപ്പനും മരിച്ചു, ചേട്ടനും മരിച്ചു. ഇന്നും ഞാൻ ഓർക്കുകയാണ്, മര്യാദയ്ക്ക് നടക്കണം. ഞാൻ നിങ്ങളോട് പറയട്ടെ, അവർ വലിയ കോടീശ്വരന്മാരൊന്നുമല്ല, സമ്പന്നന്മാരൊന്നുമല്ല. അധ്വാനിച്ചാൽ അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇന്ന് അവർ പ്രാർത്ഥിക്കാൻ മറന്നാലും, അവർക്ക് പ്രാർത്ഥിക്കാൻ മൂടില്ലെങ്കിലും, അവർക്ക് വേണ്ടി സ്ഥിരമായിട്ട് ബലിയർപ്പിക്കാനും പ്രാർത്ഥിക്കാനും ഒരു സഹോദരൻ അൾത്താരയിൽ ഉണ്ടെന്ന് സ്ഥിരമായിട്ട് വിശ്വസിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്ന കുടുംബമാണ് എൻ്റേത്. പല കുറവുകൾ അവർക്കുണ്ടാകും. എന്ത് നഷ്ടം അവർക്കുണ്ടായത്? നിരന്തരമായി ബലിയർപ്പിക്കുന്ന ഒരു സഹോദരൻ, ഒരു മകൻ ഒരു വീട്ടിൽ നിന്നുണ്ടാകുന്നതിനേക്കാൾ വലിയ സമ്പാദ്യം പ്രിയപ്പെട്ടവരാ എവിടെയുള്ളത്? അതുകൊണ്ടല്ലേ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ വികാരിച്ചനോടും നമ്മുടെ ബന്ധത്തിൽപ്പെട്ട അച്ഛന്മാരോടും സിസ്റ്റേഴ്സിനോടൊക്കെ പ്രാർത്ഥിക്കണം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. കാരണം പ്രാർത്ഥിക്കാതെ തമ്പുരാന്റെ പൊരുത്തമില്ലാതെ, കൃപയില്ലാതെ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്നുള്ള ബോധ്യം വരുന്നത് കൊണ്ടാണ് നമ്മൾ അങ്ങനെയൊക്കെ പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്വന്തം വീട്ടില് എന്നെ പോലെയുള്ള അച്ഛന്മാര് സിസ്റ്റേഴ്സുള്ളടുത്ത് അവര് പറഞ്ഞില്ലെങ്കിലും സ്ഥിരമായിട്ട് അവർ പ്രാർത്ഥിക്കുകയാണ്. ഈ സിസ്റ്റേഴ്സിനോട് ചോദിച്ചു നോക്കിയേ. അച്ഛന്മാരെ കാണുന്ന പോലെ ഒരു പക്ഷെ നിങ്ങൾ എല്ലാവരും സിസ്റ്റേഴ്സിനും കാണില്ലായിരിക്കാം. അവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവർ ചെയ്യുന്ന ത്യാഗപ്രവർത്തികള്, അവർ ചെയ്യുന്ന പ്രാർത്ഥന ആർക്ക് വേണ്ടിയാ? അവർ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ എൻ്റെ മുമ്പിൽ എൻ്റെ കുടുംബാംഗങ്ങൾ ഉണ്ടാകും, എൻ്റെ മുമ്പിൽ എൻ്റെ ഉപകാരികൾ ഉണ്ടാകും, എൻ്റെ മുമ്പിൽ എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള വൈദികര്, സന്യസ്തര്, അൽമാരൊക്കെ ഉണ്ടാകും. ഇവരൊക്കെയല്ലേ നമ്മൾ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് യുവജനങ്ങളോടും കുട്ടികളോടും പറയാനുള്ളത്, കാശിലും ജോലിയിലും വിദേശത്തേക്ക് പോകുന്നതിലും മാത്രമായി നിങ്ങൾ ചുരുങ്ങാതെ, ഐ ഹാവ് ഗ്രേറ്റർ മിഷൻ ഫോർ മൈ ചർച്ച്, ഐ ഹാവ് ഗ്രേറ്റർ മിഷൻ ഫോർ മൈ നേഷൻ. ഈ ചിന്തയിൽ ഇന്ത്യയിൽ നിന്ന് ചെയ്യാവുന്ന രീതിയിൽ ചെയ്യാനായിട്ട് നമുക്ക് പരിശ്രമിക്കണം. അതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മുടെ സഭ നിലനിന്ന് പോകുകയുള്ളൂ, വളർന്നു പോകുകയുള്ളൂ.